ഇന്ന് നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോയാൽ എന്തേ? അതെ, പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ എല്ലാം പാക്കൊക്കെ ചെയ്ത് ഞങ്ങളുടെ കാറിലടുത്തേക്ക് നടന്നു പോവാണ്. രണ്ടാളും ഇങ്ങനെ കാര്യം പറഞ്ഞ് പോവുകയാണ്. കാര്യം എന്താ, 4 മണിക്ക് കൃത്യം 4 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ ഞങ്ങൾ ഒരു 6-6:30 ആയിപ്പോയി ഒന്ന് ഇറങ്ങാൻ. എന്തിട്ടാ എന്തോ. അങ്ങനെ ഇതാ 2 പേരും കൂടെ നടന്ന് കാറിൻ്റെ അടുത്ത് പോവാണേ. അത് കഴിഞ്ഞ് ഇതെന്താണെന്നല്ലേ, ഞാനിട്ടേക്കുന്ന ഡ്രസ്സ് കാണിക്കുക. എന്താ വെച്ചാൽ ചൂടൊക്കെ അല്ലേ, കുറച്ച് ലൂസ് ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചതാണ്. കാര്യമൊന്നുമില്ല കേട്ടോ, ഫുള്ള് പുഴുങ്ങലായിരുന്നു. പിന്നെ വെറുതെ ലൂസൊക്കെ ഇടാമെന്നൊക്കെ വെച്ചങ്ങ് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ 7 മണിക്കൂറും 37 മിനിറ്റുമാണ് കാണിച്ചത്. ഇവനെ പേടിച്ചാൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. കാര്യമില്ല, കൂടെ വരട്ടെ അല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ടീ സാപ്പിടാൻ കയറി. ഇത് കുടിച്ചപ്പോഴൊന്ന് ഉഷാറായത്. ഇനി എത്രയോ ദൂരം പോകാൻ കിടക്കുന്നു അല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്തെത്തിയപ്പോൾ 2 പേർക്കും വഴി തെറ്റിപ്പോയി. MC റോഡിൽ കയറേണ്ട ഞങ്ങൾ വേറെ എങ്ങോട്ടോ പോയി. അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജെമിനിയോടൊക്കെ ചോദിച്ചു സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം എടുക്കാൻ മറന്നുപോയി. കഴിച്ച് പകുതി എത്തിയപ്പോഴാണ് ആലോചിച്ചത്. ആളൊരു ടീയും കുടിച്ചു, ഞാനൊരു കോഫിയും കുടിച്ചു. വരുന്ന വഴിക്ക് ഉത്സവമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിയിൽ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ കയറി. മെയിനായിട്ട് കുടിക്കാൻ കയറി എന്താണെന്ന് വെച്ചാൽ അമ്മ ഉച്ചയ്ക്ക് ഊണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഊണ് കഴിക്കുന്നത് ശരിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കരിക്ക് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു, സൂപ്പറായിരുന്നു. ലോങ് ട്രിപ്പാണെങ്കിലും എൻജോയ് ചെയ്തു. താങ്ക്